ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാൻ രാത്രി ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം മുതൽ ഇങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് നമ്മുടെ ചോറില്ലേ, സാധാരണ നമ്മൾ ബാക്കി വരുന്ന ചോറ് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ആ ഒരു അരിമണി പോലെ ആയിരിക്കും കേട്ടോ. ഉണങ്ങി വന്നാൽ അത് നമ്മളിതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഒരു മിച്ചറൊക്കെ കഴിക്കണ ആ ഒരു ഫീലാണ് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ നല്ല കറുമുറ ഇരിക്കും. അങ്ങനെ ഞാനിതാ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും മക്കളൊക്കെ ഇതാ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ നമ്മൾ ഈ അരി ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും വീട്ടിൽ നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയം ഉണ്ടാവും. അത് നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ ഇട്ട് സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞേരം പിന്നെ കുറച്ച് നേരം ഷട്ടിൽ കളിക്കുകയാണ് ഞങ്ങൾ. നമ്മളെ അയൽവാസികളെല്ലാവരും കൂടെ ഷട്ടിൽ കളിക്കലുണ്ട്. അപ്പോൾ ഇന്ന് അവരാരും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഞാനും മോനും കൂടെ അങ്ങനെ ഇവിടെ മുറ്റത്ത് നിന്നിങ്ങനെ കളിക്കുകയാണ്. ചെറിയ മോനത് അവിടെ വരയൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെരുപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ അത് വരയാണെന്നും പറഞ്ഞിട്ട് അവിടെ നടുവ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയ മോന് കൊടുത്തിട്ടോ ബാറ്റ്. പിന്നെ അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. ഇങ്ങനെ കളിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ മക്കൾ. അങ്ങനെ പിന്നെ ഞാനിതാ അലക്കിയതൊക്കെ ഇങ്ങനെ ഈ ചെടിമേൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടിയിൽ വെച്ചാൽ വേഗം തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അയൽ അപ്പുറത്തുണ്ട്. പിന്നെ ജസ്റ്റ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെടിമേൽ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഉണങ്ങിയതൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ അത് ഉള്ളിൽ കൊണ്ടുവയ്ക്കാനും മോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവന് ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചു. രാവിലെയും വൈകുന്നേരമുള്ള എൻ്റെ മെയിൻ ഹോബിയാണ് കേട്ടോ ഇത്. ചെടികൾക്കിടയിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം ചെടികളെയൊക്കെ ഒന്ന് തലോടി അതിലുണ്ടായിരുന്ന ഇലകളും അതുപോലെ കരിഞ്ഞ ഇലകളും പിന്നെ എക്സ്ട്രാ പുല്ലൊക്കെ മുളക്കുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ ആദ്യം ഫ്രണ്ടിലായിരുന്നു കേട്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ ആന്തൂറിയം പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആന്തൂറിയം പ്ലാന്റ്സ് ഞാൻ അപ്പുറത്തെ പോർച്ചിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കരിഞ്ഞ് വന്നിട്ടുണ്ട് സൂര്യപ്രകാശം തട്ടിയിട്ട്. നമ്മൾ ആദ്യം ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് ഇങ്ങനെ അടിച്ചത് കൊണ്ട് തന്നെ ഇലകളൊക്കെ ഒരു കറുപ്പ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇലകളിലൊക്കെ ഉള്ള ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് ഓരോ ചെടികളും.
അങ്ങനെ പിന്നെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അതാ ഷട്ടിലൊക്കെ എടുത്ത് ഉള്ളോട്ട് കയറി കേട്ടോ. ഷട്ടിലൊക്കെ അതാ അതിൻ്റെ സ്ഥലത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വേഗം പിന്നെ നമസ്കരിക്കുകയാണ്. നമുക്ക് ഇന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ അതിനുള്ള പണികളൊക്കെ തുടങ്ങണം. പിന്നെ ബ്രോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പൊറാട്ട ആണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ പൊറാട്ട നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് മൈദ വെച്ചിട്ട് എന്തെങ്കിലും കണ്ണച്ച് പത്തിരി പോലെ എന്തെങ്കിലും ചൂടാന്ന്. പിന്നെ ഒന്ന് മടിയായി. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ പൊറാട്ട വാങ്ങാം, ബ്രോസ്റ്റ് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം മഗ്‌രിബൊക്കെ നമസ്കരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞേരം പിന്നെ ഞാനിതാ ഒന്ന് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇല്ല കേട്ടോ, നമുക്ക് അങ്ങാടിയിലേക്ക് വണ്ടിമേ പോവുകയാണെങ്കിൽ 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. വേഗം പോയിട്ട് പൊറോട്ട ഒക്കെ വാങ്ങി വരട്ടെ. പൊറോട്ട മാത്രമല്ലേ വാങ്ങാനുള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇനി നമുക്ക് വേഗം തന്നെ ബ്രോസ്റ്റിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. ഏതായാലും പൊറോട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ വേഗം തന്നെ ബ്രോസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ്. ഇതാ ഞാൻ രാവിലെ തന്നെ ചിക്കനൊക്കെ ഇങ്ങനെ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലിൽ നമ്മൾ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റ് തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ചിക്കനും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുക്കണം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഒരു മീഡിയം പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ബ്രോസ്റ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതൊന്നുമല്ല. സാധാരണ സ്കിന്നില്ലാത്ത നോർമലായിട്ടുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രോസ്റ്റിൻ്റെ ഈ ഒരു പീസ് നമുക്ക് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതാ വേറൊരു ബൗളിലേക്ക് നമുക്ക് ഈ ബ്രോസ്റ്റിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മൈദക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, നമുക്ക് എത്രത്തോളം ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളെ ഈ ഒരു ബ്രോസ്റ്റിൻ്റെ ആ കോട്ടിങ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗാർലിക് പൗഡർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാമല്ലോ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, എന്നാലും കേട് വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. മുളക് പൊടി കൂടി പോകണ്ട, നമുക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആവശ്യത്തിന് ഉള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബേക്കിംഗ് പൗഡറും എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോ പീസും ആദ്യം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കനൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമല്ലേ, ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു പീസ് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണേ. നല്ലോണം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സോഫ്റ്റും അതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബ്രോസ്റ്റാണിത്.
അപ്പോൾ ഈ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ചിക്കൻ പീസ് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്താൽ ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പീസുകളും ഇതേപോലെ നമ്മൾ ആദ്യം ജസ്റ്റ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. വീണ്ടും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഈ ഒരു കോട്ടിങ് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ അതിലേക്ക് നമുക്ക് ആ ഒരു ലെയർ ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു എന്താ പറയുക ലുക്കാണ് നമ്മൾ ഈ ഒരു ബ്രോസ്റ്റിന്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്കുള്ള സാധാ ചിക്കൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അത് കണ്ടോ, ഇതിലൊക്കെ നല്ല ലെയർ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്രത്തോളം ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക അത്രത്തോളം ചിക്കൻ എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ എല്ലാ പീസും ഇതേപോലെ ആക്കി വെക്കണ്ട. നമ്മൾ ആവശ്യാനുസരണം ഇതേപോലെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതാ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 പീസ് ബ്രോസ്റ്റഡ് ഇതാ ഞാനിങ്ങനെ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കറിയാലോ ഏകദേശം ഈ ഒരു ബ്രോസ്റ്റിൻ്റെ കളറും അതുപോലെ ഓവർ കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ ഇതിൽ എണ്ണ കുടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ നിന്നും കുറച്ചൊന്ന് കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിതാ ഈ ഒരു ബ്രോസ്റ്റിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു സ്ട്രക്ചറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും വീട്ടിൽ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ. അങ്ങനെ നമുക്കറിയാലോ ബ്രോസ്റ്റിൻ്റെ കളറ് ഏകദേശം ഒരു കളറ് അതുപോലെ ഏകദേശം വെന്ത് വരുന്ന ഒരു സമയമൊക്കെ നമുക്കറിയാലോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ജസ്റ്റ് അപ്പുറവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയിട്ട് അടുത്ത പീസ് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഏതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാലോ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾക്കൊരു ആവേശമാണല്ലോ ഇത് കഴിക്കാൻ. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പൊറാട്ടൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയത് കൊണ്ട് തന്നെ ബ്രോസ്റ്റ് ആവുന്നതിനനുസരിച്ച് മക്കൾക്ക് ചൂടോടെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ്. പിന്നെ മയോണൈസൊക്കെ നമ്മൾ ഹോം മെയ്ഡ് മയോണൈസൊക്കെ കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് എഗ്ഗ് വെച്ചിട്ടും അതുപോലെ പാൽ വെച്ചിട്ടൊക്കെ ഇപ്പോൾ മയോണൈസ് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ മയോണൈസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ മക്കൾ കഴിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കൈ വെച്ചിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് വേറൊരു പീസ് ഇതാ കാണിച്ചു തരാം. നല്ല ജ്യൂസി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.